മട്ടത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് വശങ്ങളുടെ അളവ് കണക്കാക്കുന്ന ഒരു രീതി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ഒരെണ്ണം മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ എന്നും അറിയാം. ഉദാഹരണം പറഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ ഒരു വശം 3 ആണെന്ന് വിചാരിക്കാം. 3 എന്നത് ഒറ്റ സംഖ്യയാണ്. അങ്ങനെ വ്യക്ത സമയത്ത് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ വർഗ്ഗം കണക്കാക്കുക. 3ന്റെ വർഗ്ഗം 9 ആണ്. പിന്നീട് ആ 9നെ രണ്ട് സംഖ്യയുടെ തുകയായിട്ട് എഴുതണം. വ്യത്യാസം 1 വരത്തക്ക വിധത്തിൽ. അപ്പോൾ സംഖ്യ നമുക്ക് 4ഉം 5ഉം എന്ന് അറിയാം. 4ഉം 5ഉം കൂട്ടി 9 ആണ്. 5 4ലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നത് കൊണ്ട് ഈ ത്രയാങ്കം എന്ന് പറയുന്നത് ഒന്ന് 3ഉം മറ്റൊന്ന് 4ഉം ഒന്ന് 5ഉം ആയിരിക്കും. അപ്പോൾ 3 4 5 ഒരു പൈത്തോലും ത്രയാങ്കമാണ് നമുക്കറിയാം. 3ന്റെ വർഗ്ഗം 9, 4ന്റെ വർഗ്ഗം 16, 9ഉം 16ഉം കൂട്ടിയാൽ 5ന്റെ വർഗ്ഗമായി 25 കിട്ടും. അപ്പോൾ മറ്റൊന്ന് ഇപ്പോൾ 7ആണ് സംഖ്യ എങ്കിൽ 7 ഒരു ഒറ്റസംഖ്യയാണ്. 7ന്റെ വർഗ്ഗം കണക്കാക്കുന്നു. 7 49. പിന്നീട് 49നെ രണ്ട് സംഖ്യയുടെ തുകയായിട്ട് എഴുതുന്നു. വ്യത്യാസം 1 വരത്തക്ക വിധത്തിൽ. അപ്പോൾ സംഖ്യ 24ഉം 25ആണ്. എന്താ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ 49നെ പകുതിയൊക്കെ നമുക്ക് 24 കിട്ടും. ശിഷ്ടം 1 വരും. അപ്പോൾ 24ഉം ആ ശിഷ്ടം 1 കൂടി കൂട്ടി 25 എന്ന രൂപത്തിൽ എഴുതാം. അതുകൊണ്ട് സംഖ്യ 24 25ആണ്. അതുകൊണ്ട് ത്രയാങ്കം എന്ന് പറയുന്നത് 7ഉം 24ഉം 25ആണ്. ഇത്തരത്തിൽ നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ ഒറ്റ സംഖ്യക്ക് പകരം തന്നിരിക്കുന്ന വശം, ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഈ വശത്തിലുള്ള ഒരു വശം 8ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ സാധ്യമായ മറ്റ് രണ്ട് വശങ്ങൾ ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ നോക്കാം. അതിന് വഴി ഇത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന വശത്തിന്റെ പകുതിയാക്കുക. 8/8 എത്രയാണ്? 4. പിന്നീട് ആ 4ന്റെ വർഗ്ഗം കണക്കാക്കുക. 4ന്റെ വർഗ്ഗം എത്രയാണ്? 16ആണ്. അതിനുശേഷം ചെയ്യേണ്ടത് ആ 16നോട് 1 കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 17 കിട്ടും. മറ്റൊന്ന് 16 1 കുറക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 15 കിട്ടും. അപ്പോൾ 8ഉം 15ഉം 17 ആയിരിക്കും വശങ്ങളായിട്ട്. 8 15 17 ഇതാണ് പൈത്തോളം ത്രയാങ്കായിട്ട് വരിക. നോക്കാം നമുക്ക്. 8ന്റെ വർഗ്ഗം 64ആണ്. 15ന്റെ വർഗ്ഗം 225ആണ്. 64ഉം 225ഉം കൂട്ടിയാൽ 17ന്റെ വർഗ്ഗമായി 289 കിട്ടും. അതുകൊണ്ട് 8 15 17 അത്തരത്തിൽ 8 വരി വശമായി വരുന്ന മട്ടത്രികോണത്തിലെ മറ്റ് രണ്ട് വശങ്ങൾ. ഇത്തരത്തിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി മറ്റൊരു നോക്കാം നമുക്ക്. ഈ 8ന് പോയ 12 ആണെന്ന് ഇരിക്കുക. 12 ആണെങ്കിൽ 12നെ പകുതിയാക്കുക. അപ്പോൾ 6 കിട്ടും. പിന്നീട് 6ന്റെ വർഗ്ഗം 6 36. 36നോട് 1 കൂട്ടുന്നു. അപ്പോൾ 37. 36 1 കുറക്കുന്നു. 35. അതുകൊണ്ട് ഈ 12 വശമായി വരുന്ന മറ്റ് രണ്ട് വശങ്ങൾ, 12 വശമായി വരുന്ന മട്ടത്രികോണത്തിലെ മറ്റ് രണ്ട് വശങ്ങൾ വരുന്നത് ഒന്ന് 35 37. 12 35 37 ആണ്. ഇത്തരത്തിൽ ഒരെണ്ണെ കണക്കാക്കാൻ വേണ്ടി പറ്റും. 12 വശമായി വരുന്ന വേറെ മട്ടത്രികോണമുണ്ട്. അതായത് ഇപ്പം 8 12 15 ഇതൊരു 12 വശമായി വരുന്ന ഒരു മട്ടത്രികോണമാണ്. അതുപോലെ 5 12 13 ഇതും 12 വശമായി വരുന്ന മട്ടത്രികോണത്തിന്റെ അളവ് തന്നെയാണ്. പക്ഷേ ഒരു വശത്തിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് വശങ്ങളുടെ അളവ് കണക്കാക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.